അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവര്, കടക്കെണിയിൽപ്പെട്ടവര്, ജോലി ലഭിക്കാത്തവര്, മക്കളുടെ വിദ്യാഭ്യാസം, കല്യാണം, ലോണ് എന്ത് പ്രശ്നങ്ങളായിക്കോട്ടെ, അങ്ങനെ എല്ലാ പ്രയാസത്തിൽ പെട്ട് നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഫാത്തിഹ കൊണ്ടുള്ള ഒരു നേർച്ചയാണ്. നിങ്ങൾക്ക് ഫാത്തിഹ ഓതാൻ കഴിയുമെങ്കിൽ ഫാത്തിഹ ഓതുക. അല്ലെങ്കിൽ നേർച്ച യാസീൻ വെച്ച് നേർച്ചയാക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക. നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ളത് ഏതാണോ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. നമ്മളിപ്പോൾ ഞാൻ ഈ പറയുന്ന ഈ മക്കാമിലേക്ക് നിങ്ങൾ യാസീൻ നേർച്ചയാക്കുക, അല്ലെങ്കിൽ ഫാത്തിഹ നേർച്ചയാക്കി ഓതുക. ഞാനീ പറഞ്ഞതുകൊണ്ട് ഓതി നോക്കിയേക്കാം എന്നും പറഞ്ഞ് ആരും ഓതാൻ ശ്രമിക്കണ്ട. ഓതുകയും വേണ്ട. അവരുടെ ആഗ്രഹങ്ങൾ ഒന്നും ലഭിക്കാനും പോകുന്നില്ല. എത്ര ഹൈറായിട്ടുള്ളതാണെങ്കിൽ പോലും ആദ്യം വേണ്ടത് മനസ്സിൽ ദൃഢമായിട്ടുള്ള ഒരു വിശ്വാസമാണ് വേണ്ടത്. ഞാൻ ഇങ്ങനെ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എൻ്റെ ആഗ്രഹം നടത്തിത്തരും എന്നുള്ള ഒരു വിശ്വാസം മനസ്സിൽ കൊണ്ടുവരിക. അതിനുശേഷം നിയത്ത് വെക്കുക. ഞാൻ ചെയ്തു പോയ തെറ്റുകളൊക്കെ പടച്ചവനോട് ദുആ ചെയ്ത് പറയുക. ഞാൻ ചെയ്തു പോയ തെറ്റുകളൊക്കെ എനിക്ക് പുറത്തു തരണം എന്നും പറഞ്ഞ് ദുആ ചെയ്യുക. ലോൺ എടുത്തിട്ടുള്ളവരാണെങ്കിൽ അങ്ങനെ, ഇനി എന്ത് തെറ്റുകൾ ചെയ്തിട്ടുള്ളവരാണെങ്കിലും അങ്ങനെ അള്ളാഹുവിനോട് ഏറ്റു പറയുക. അതിനുശേഷം നിയത്ത് വെക്കുക. മടവൂർ മക്കാം, മടവൂർ ഉപ്പാപ്പാന്റെ പേരിൽ ഞാൻ 40 യാസീൻ അല്ലെങ്കിൽ 40 ഫാത്തിഹ ഓതിയേക്കാം. 40 നിങ്ങൾക്ക് എത്രയാണോ എണ്ണം പറ്റുന്നത് അത്രയും എണ്ണം നിങ്ങൾ നിയത്ത് വെക്കുക. എന്നിട്ട് അത് ഓതുക. ഓതേണ്ട സമയം എപ്പോഴാണെന്ന് വെച്ചാൽ, സുബഹയ്ക്ക് ശേഷമോ ഏത് നമസ്കാരത്തിന് ശേഷവും ആയിക്കോട്ടെ, സുബഹിയോ ളുഹറോ അസറോ മഗ്‌രിബോ, നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ള സമയം ഏതാണെന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കുക. അതിനുശേഷം ആ നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഓതുക. ഇപ്പോൾ 40 പറ്റില്ലാത്തവരാണെങ്കിൽ 20 ഓതുക, 21 ഓതുക, 21 എണ്ണം ഓതുക. ഇപ്പോൾ അറിയാമല്ലോ, പെട്ടെന്ന് ഓതി തീർക്കാനാണ് ശ്രമിക്കുക. സാവധാനം ഓരോന്നിൻ്റെയും അക്ഷരങ്ങൾ തെറ്റാതെ ഓതി തീർക്കുക. പിന്നെ മെൻസസ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് ഇത് ഓതാൻ പറ്റില്ല എന്ന് അറിയാമല്ലോ. അതിന് കുളിച്ചെല്ലാം ശുദ്ധിയായതിനു ശേഷം ഇത് ഓതുക. ഓതുന്നതിന് മുന്നേ ആയിട്ട് നിയത്ത് വെക്കുക. മടവൂർ പാപ്പാന്റെ പേരിൽ ഞാൻ 21 യാസീൻ ഓതിയേക്കാം. എൻ്റെ ഇന്ന ആഗ്രഹം സാധിപ്പിച്ചു തരണേ എന്നും പറഞ്ഞ് ആ മക്കാമിൽ പോകാൻ കഴിയുന്നവരാണെങ്കിൽ അവിടെ പോയി സിയാറത്ത് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങൾക്ക് ആ നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ 21 എണ്ണം ഓതി തീർക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഓതി തീർക്കുക. പക്ഷേ ആരോടും മിണ്ടാൻ പാടില്ല. ഇനി കുഞ്ഞു മക്കളുള്ളവരാണെങ്കിൽ പോലും നിങ്ങളെക്കൊണ്ട് എത്ര പറ്റുന്നു അത്രയും അന്നേരം ഓതുക. അതിനുശേഷം പിന്നെയുള്ള നമസ്കാരത്തിന് ശേഷം ബാക്കി ഓതുക. അങ്ങനെ നിങ്ങൾക്ക് ഓതി തീർക്കാൻ പറ്റുന്ന എപ്പോഴൊക്കെയാണോ അന്നേരം ഓതി അത് തീർക്കുക. ഇപ്പോൾ എനിക്ക് ഉണ്ട്, പക്ഷേ ഞാൻ നിസ്കാരപ്പായയിൽ ഇരിക്കുകയല്ല, പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അടുക്കളയിൽ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് ഉണ്ട്. എനിക്കിത് ഓതാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും പറ്റില്ല. നമ്മൾ വേറൊരു ശ്രദ്ധയിലാണ്. പാത്രം കഴുകുക എന്നുള്ളൊരു ശ്രദ്ധയിലാണ്. ഒന്നെങ്കിൽ പാത്രം കഴുകുന്നത് ശരിയാകില്ല, അല്ലെങ്കിൽ ഓതുന്നത് ശരിയാകില്ല. ഏതെങ്കിലും ഒന്നേ അവിടെ നടക്കും. അതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഓതുക. നമ്മുടെ എന്ത് പ്രയാസങ്ങളായിക്കോട്ടെ, എന്ത് ബുദ്ധിമുട്ടുകളായിക്കോട്ടെ, ഹൈറായിട്ടുള്ള എന്ത് കാര്യമായാലും നമ്മൾ ഈ പാപ്പാന്റെ പേരിൽ നേർച്ചയാക്കി യാസീൻ ഓതുകയാണെങ്കിലും അല്ലെങ്കിൽ ഫാത്തിഹ ഓതുകയാണെങ്കിലും ഉറപ്പായിട്ട് ഇതിനുള്ള ഉത്തരം ലഭിക്കുന്നതാണ്. ഇപ്പം ഞാനിന്ന് ഓതി എനിക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആരും വിഷമിക്കേണ്ട കാര്യമില്ല. പിന്നെയും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം പെട്ടെന്നൊന്നും നമുക്ക് എന്ത് കാര്യമായാലും അത് കിട്ടാൻ പോകുന്നില്ല. പെട്ടെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് കൂടുതൽ അടുക്കണം. കൂടുതൽ നമ്മൾ അള്ളാഹു താലയോട് അടുക്കണം. എനിക്ക് എൻ്റെ ഇന്ന ആഗ്രഹം സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഫർള് നമസ്കാരങ്ങൾ ഒന്നും മുടക്കാൻ പാടില്ല. കഴിയുമെങ്കിൽ സുന്നത്തും നമസ്കരിക്കുക. തഹജ്ജുദ് നമസ്കാരം നിർബന്ധമായും നമസ്കരിക്കേണ്ടതാണ്. ആ നമസ്കാരത്തിലൂടെയാണ് നമുക്ക് അള്ളാഹു താലായോട് കൂടുതൽ അടുക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്ന ഈ കാര്യം എല്ലാവരും ചെയ്യുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞത് കൊണ്ട് ചെയ്ത് നോക്കിയേക്കാമെന്ന് കൊണ്ടാരും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ഇത് ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു തആല എൻ്റെ ആഗ്രഹം, എൻ്റെ ആവശ്യം സാധിപ്പിച്ചു തരും എന്ന് ദൃഢമായ മനസ്സിലൊരു വിശ്വാസമുണ്ടെങ്കിൽ എന്ത് കാര്യവുമായിക്കോട്ടെ അത് പെട്ടെന്ന് തന്നെ സാധിപ്പിച്ചു തരുന്നതാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഹൈറും ബർക്കത്തും ഉണ്ടാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.